നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പാർലം പഞ്ചായത്തിൽ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി പാർലം കുടുംബാരോഗ്യ കേന്ദ്രം കോടന്നൂരിൽ പദയാത്രയും ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു. കേരള ഖാദി ഗ്രാമവ്യവസായ അസോസിയേഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പുനരുദ്ധരിച്ച സ്ലൈവർ പ്ലാന്റ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. ഊരകം ALP സ്കൂളിൽ കോൺവൊക്കേഷൻ സെറമണി സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ KG അച്യുതൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. പാർലം പഞ്ചായത്തിൽ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി പാർലം കുടുംബാരോഗ്യ കേന്ദ്രം കോടന്നൂരിൽ പദയാത്രയും ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഒരു നഴ്സിംഗ് സ്റ്റുഡൻസിനെ വെച്ചിട്ടൊരു ഫ്ലാഷ് മോബ് അവതരിപ്പിക്കുകയാണ്. നാളെ 30-ാം തീയതി മാർച്ച് 30-ന് നമ്മുടെ പഞ്ചായത്ത് സീറോ വേസ്റ്റ് പഞ്ചായത്താക്കി പ്രഖ്യാപിക്കുകയാണ്. നമ്മളുടെ വേസ്റ്റ് നമ്മുടെ വീടുകളിൽ തന്നെ സംസ്കരിക്കാനുള്ള ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ബോധവൽക്കരണ പരിപാടി കൂടിയാണ് ഇവിടെ നടക്കുന്നത്. ഈ പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വൈസ് പ്രസിഡന്റ് ആശ മാത്യൂസ് അധ്യക്ഷത വഹിച്ചു. പല കാര്യങ്ങളും നമ്മുടെ പഞ്ചായത്തിന് വളരെ സഹായകമായിട്ടുള്ള കുട്ടികളാണ്. അവര് മൂലം തന്നെ നമ്മുടെ പഞ്ചായത്തിലെ അവരെ അന്വേഷണത്തിന്റെ ഭാഗമായി ഒരു ജീവൻ രക്ഷിക്കാൻ വരെ സാധിച്ചിട്ടുണ്ട്. അവരുടെ ഈ പ്രവർത്തനങ്ങൾക്ക് ഈ അവസരത്തിൽ വളരെയധികം നന്ദി പറയുകയാണ്. ഇന്ന് നമുക്ക് ഒരു ബോധവൽക്കരണവുമായി വന്നിരിക്കുന്ന ഈ കുട്ടികളെ വളരെ സ്നേഹാദരപൂർവ്വം നമുക്ക് സ്വീകരിക്കാം. നമുക്ക് എല്ലാവർക്കും ഇതിനോടുകൂടി കൈകോർക്കാം. സ്വന്തം മാലിന്യം സ്വന്തം ഉത്തരവാദിത്വം എന്ന ആപ്തവാക്യത്തിനെ സ്വീകരിച്ചുകൊണ്ട് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജെയിംസ് പോൾ, കെ പ്രമോദ്, അംഗങ്ങളായ സ്മിനു മുകേഷ്, ജൂബി മാത്യു, പഞ്ചായത്ത് സെക്രട്ടറി VS രേഖ എന്നിവർ സംസാരിച്ചു. കേരള ഖാദി ഗ്രാമവ്യവസായ അസോസിയേഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പുനരുദ്ധരിച്ച സ്ലൈവർ പ്ലാന്റ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. 9 മാസമായി മുടങ്ങിയ പ്ലാന്റിന്റെ പ്രവർത്തനം സുരേഷ് ഗോപി MP-യുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ലക്ഷ്മി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ധനസഹായത്തോടെയാണ് പുനരാരംഭിച്ചത്. യോഗത്തിൽ അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരി C. നരേന്ദ്രൻ, ഖാദി ഗ്രാമവ്യവസായ കമ്മീഷൻ സംസ്ഥാന ഡയറക്ടർ CG ആണ്ടവർ, BJP ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജോസഫ്, സൂര്യ ശോഭി, PN സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഊരകം ALP സ്കൂളിൽ കോൺവൊക്കേഷൻ സെറമണി സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ KG അച്യുതൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഇൻചാർജ് VV ദേവസേന അധ്യക്ഷത വഹിച്ചു. HM ഇൻചാർജ് ജിനി, PTA പ്രസിഡന്റ് രാകേഷ് ഉണ്ണിയാംപുറം, അധ്യാപകരായ ഗിരിജ, സുമ, കല, പ്രീത, ജൂഡിറ്റ് എന്നിവർ സംസാരിച്ചു. പഠന മികവിനുള്ള സമ്മാനദാനവും വിവിധ കലാപരിപാടികളും നടന്നു. ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ പൂരത്തോടനുബന്ധിച്ചുള്ള നെയ് സമർപ്പണം തുടങ്ങി. ദേശക്കാരുടെ വകയായുള്ള സമ്പൂർണ്ണ നെയ് വിളക്കിൽ ഭാഗഭാക്കാവുന്നതിനുള്ള നെയ് സമർപ്പണത്തിൽ രാവിലെ 8 മുതൽ വിവിധ ദേശങ്ങളിലുള്ള 100 കണക്കിന് ഭക്തർ പങ്കെടുത്തു. ക്ഷേത്ര നടപ്പുരയിൽ ഒരുക്കി വെച്ചിരുന്ന ഓട്ടുചരക്കിലാണ് ഭക്തർ കൂട്ടമായി നെയ്യ് സമർപ്പിച്ചത്. സമ്പൂർണ്ണ നെയ്വിളക്കിനും ശ്രീലകത്തും ചുറ്റിലുമുള്ള നെയ്വിളക്കിനും വേണ്ടിയുള്ള സമർപ്പണമായിരുന്നു ഇത്. ഗ്രാമബലി വരെയുള്ള 13 ദിവസങ്ങളിൽ ശ്രീലകത്തും ചുറ്റിലുമുള്ള എല്ലാ വിളക്കുകളിലും നെയ്ത്തിരിയാണ് തെളിയിക്കുക. ശാസ്താവിന് നേദിച്ച കടും മധുര നെയ്പായസം ഭക്തർക്ക് പ്രസാദമായി നൽകി.
പൂരം വരെയുള്ള ദിവസങ്ങളിൽ ഭക്തവത്സലനായ ശാസ്താവിന്റെ തിരുനടയിൽ ഭക്തജനങ്ങൾക്ക് നെയ്യ് സമർപ്പിക്കാനുള്ള സൗകര്യം ആറാട്ടുപുഴ ഉത്സവാഘോഷ കമ്മിറ്റി ഏർപ്പെടുത്തിയിട്ടുണ്ട്. പൂരത്തിന്റെ ഭാഗമായി ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ ചുറ്റുവിളക്ക് തെളിഞ്ഞു. 13 ദിവസങ്ങളിലായി 23 ചുറ്റുവിളക്കുകളാണ് ഉള്ളത്. എല്ലാ ദിവസങ്ങളിലും രാവിലെ 5 മണിക്കും വൈകിട്ട് 5:30-നുമാണ് ചുറ്റുവിളക്ക് തുടങ്ങുക. ഭക്തരുടെ സമർപ്പണമായാണ് ചുറ്റുവിളക്ക് നടത്തുന്നത്. CPM പാലിശ്ശേരി ലോക്കൽ കമ്മിറ്റി പ്രവർത്തകർ അവണിശ്ശേരി PHC സെന്ററും പരിസരവും ശുചീകരിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. KK മോഹൻ സ്വാഗതം പറഞ്ഞു. VG വനജകുമാരി അധ്യക്ഷത വഹിച്ചു. CA രാജൻ, രാജൻ കോപ്പുള്ളി, TV മോഹനൻ, MR അരുൺ, ശ്യാംദേവ്, CV ഭാഗ്യൻ എന്നിവർ നേതൃത്വം നൽകി. സർക്കാരിന്റെ പട്ടികജാതി വികസന വകുപ്പ് വഴി നടപ്പാക്കുന്ന സേഫ് ഭവന പദ്ധതിയിലെയും പഠനമുറി പദ്ധതിയിലെയും ചേർപ്പ് ബ്ലോക്ക് തല ഗുണഭോക്താക്കളുടെ സംഗമവും ആദ്യഗഡു വിതരണവും നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സോഫി ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹസീന അക്ബർ, മെമ്പർമാരായ NT സജീവൻ, സുനിൽ കുമാർ, TN ഉണ്ണികൃഷ്ണൻ, TK ഗീത, റോസ്ലി ജോയ്, SC ഡെവലപ്മെന്റ് ഓഫീസർ വലന്റീന എന്നിവർ സംസാരിച്ചു. ചേർപ്പ് പടിഞ്ഞാട്ടുമുറി ഗവൺമെന്റ് JBS സ്കൂളിൽ സംഘടിപ്പിച്ച ഫാമിലി ഇഫ്താർ വിരുന്ന് ശ്രദ്ധേയമായി. സ്റ്റാഫ്, PTA, MPTA, SSD, SMC കമ്മിറ്റികളുടെ സഹകരണത്തോടെയായിരുന്നു ഫാമിലി ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചത്. ഇഫ്താർ വിരുന്നിനുള്ള മുഴുവൻ വിഭവങ്ങളും വിദ്യാലയത്തിൽ തന്നെയാണ് തയ്യാറാക്കിയത്. ലഹരി ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണവും ഇഫ്താർ വിരുന്നിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ ധന്യ സുനിൽ ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് മുഖ്യാതിഥിയായി. നമ്മുടെ പ്രദേശത്തിൻ്റെ ഒരു സ്വഭാവം എന്ന രീതിയിൽ നമുക്കറിയാം, നമ്മളെല്ലാ മതസ്ഥരെയും ഒരുപോലെ ഉൾക്കൊള്ളുന്നവരാണ്. എല്ലാ പരിപാടികളിലും ഒരുമിച്ച് പങ്കുചേരുന്നവരാണ്. ഈ പങ്കുചേരലും ഈ കൂട്ടുചേരലാണ് നമ്മുടെ കെട്ടുറപ്പ്. ആ കെട്ടുറപ്പ് നിലനിർത്തിക്കൊണ്ട് ഈ സൗഹൃദവും സ്നേഹവും ഊട്ടിയുറപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും മുന്നോട്ട് പോകാനായിട്ട് എല്ലാവിധ അനുഗ്രഹങ്ങളും ജഗദീശ്വരൻ നൽകട്ടെ. PTA പ്രസിഡന്റ് CK വിനോദ് അധ്യക്ഷത വഹിച്ചു. അതിമനോഹരവും ഈ സായം സന്ധ്യയിൽ നാമെല്ലാവരും ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ഈ സ്നേഹവിരുന്ന് നമ്മൾ സംഘടിപ്പിക്കുന്നത് ഈ കാലഘട്ടത്തിൻ്റെ വളരെ ഒരു ആവശ്യകതയെ മുൻനിർത്തിക്കൊണ്ടാണ്. ദിനംപ്രതി ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും ഒക്കെ എടുത്തു നോക്കിയാൽ നമുക്കെല്ലാവർക്കും കാണാൻ കഴിയും. നമ്മൾ വായിക്കാൻ വിഷമിക്കുന്നതും കാണാൻ വിഷമിക്കുന്നതുമായ വാർത്തകളാണ് നാം ദിനംപ്രതി ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും ഒക്കെ കാണാൻ കഴിയുന്നത്. ഇന്നത്തെ സമൂഹം പലതരം മയക്കമരുന്നുകളും അതുപോലെ തന്നെ മറ്റുമൊക്കെ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് ബന്ധങ്ങളുടെ മൂല്യം നഷ്ടപ്പെട്ടു പോകുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം കൂടിച്ചേരലിൽ നിന്ന് കിട്ടുന്ന ലഹരിയാണ് ഏറ്റവും വലിയ ലഹരി എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു സ്നേഹവിരുന്ന് നമ്മൾ സംഘടിപ്പിക്കുന്നത്. സ്കൂൾ ഹെഡ് മിസ്റ്റേഴ്സ് VD ലതിക, പഞ്ചായത്ത് അംഗങ്ങളായ അൽഫോൺസ പോൾസൺ, നസീജ് മുത്തലീബ്, ചേർപ്പ് സർവീസ് സഹകരണ ബാങ്ക് മെമ്പർ അനിത, അബ്ദുൽ അഹദ്, മുൻകാലാധ്യാപകരായ ഷീല, രഞ്ജിനി, സാജിദ, ഇന്ദുലേഖ തുടങ്ങിയവർ സംസാരിച്ചു. കബീർ മാസ്റ്റർ ഇഫ്താർ സന്ദേശം നൽകി. ചേർപ്പ് നവരശ്മി ബാലജനസഖ്യം 26ാം വാർഷികാഘോഷം ഞായറാഴ്ച വൈകിട്ട് 6-ന് ചേർപ്പ് മഹാത്മാ മൈതാനിയിൽ നടക്കും. നിറവ് 2025 സാംസ്കാരികോത്സവം ഗാനരചയിതാവ് റഫീഖ് അഹമ്മദ് ഉദ്ഘാടനം ചെയ്യും. പിന്നണി ഗായിക N ലതികയെ ചടങ്ങിൽ സംഗീത ശ്രേഷ്ഠ പുരസ്കാരം നൽകി മേളപ്രമാണി പത്മശ്രീ പെരുവനം കുട്ടൻമാരാർ ആദരിക്കും. സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ വിശിഷ്ടാതിഥിയാകും. ബാലജനസഖ്യം തൃശൂർ യൂണിയൻ സഹരക്ഷാധികാരി TT പോൾ, ചേനം തരിശുപടവ് പ്രസിഡന്റ് ബിജു പണിക്കശ്ശേരി എന്നിവരെ കർമ്മശ്രേഷ്ഠ പുരസ്കാരവും മാസ്റ്റർ ജോസഫ് ആന്റണിയെ ബാലപ്രതിഭാ പുരസ്കാരവും നൽകി ആദരിക്കും. തുടർന്ന് ഗായിക N ലതികയുടെ നേതൃത്വത്തിൽ കാതോട് കാതോരം സംഗീത നിശ അരങ്ങേറും. നിറവ് 2025 ഭാഗമായി മഹാത്മാ മൈതാനിയിൽ ഒരുക്കങ്ങൾ ആരംഭിച്ചു. പുരസ്കാര ജേതാക്കൾക്കുള്ള ശില്പങ്ങൾ ശില്പി മണികണ്ഠൻ കിഴക്കൂട്ട്, സതീഷ് കുമാർ കിഴക്കൂട്ട് എന്നിവരിൽ നിന്ന് സംഘാടകരായ KL ആന്റണി, KB പ്രമോദ, PK ഉണ്ണികൃഷ്ണൻ, പ്രസാദ് കിഴക്കൂട്ട് എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി.
ആശാ വർക്കർമാർക്ക് അവണിശ്ശേരി പഞ്ചായത്തിന്റെ കൈത്താങ്ങ്. പ്രതിമാസം 2000 രൂപ വീതം നൽകാൻ ഭരണസമിതി യോഗത്തിൽ തീരുമാനം. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി തനത് ഫണ്ടിൽ നിന്ന് പഞ്ചായത്ത് വിഹിതമായി നൽകാനാണ് തീരുമാനം. ആശാമാർക്ക് നിലവിൽ ലഭിക്കുന്ന തുക അപര്യാപ്തമാണെന്ന് ഭരണസമിതി യോഗം വിലയിരുത്തി. സർക്കാരിന്റെ അനുമതി ലഭിച്ചാൽ പദ്ധതി നടപ്പാക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഹരിസി നരേന്ദ്രൻ അറിയിച്ചു. കേരളത്തിന്റെ തനത് ആയോധന കലയായ കളരിപ്പയറ്റിലൂടെ ഒട്ടനവധി പേർക്ക് അറിവും അടവും പകർന്നു നൽകിയ ആളാണ് 55 വയസ്സ് പ്രായമുള്ള രാധ ടീച്ചർ. 15 വർഷമായി ഇവർ കളരി അഭ്യാസം തുടങ്ങിയിട്ട്. യുവതലമുറയെ കളരിപ്പയറ്റിലേക്ക് ആകർഷിക്കാനും ലഹരിയുടെ ചതിക്കുഴികളിൽ വീഴാതെ ഇവരെ ശോഭനമായ ഭാവിയിലേക്ക് നയിക്കാനുമായി എറവ് കോലാട്ട് ഭഗവതി ക്ഷേത്രത്തിന് സമീപമുള്ള ഹാളിൽ കളരി പരിശീലിപ്പിക്കുന്ന തിരക്കിലാണ് രാധ ടീച്ചർ ഇപ്പോൾ. കൗമാരക്കാരായ കുട്ടികൾക്കും ഒപ്പം തന്നെ സ്ത്രീകൾക്ക് സ്വയം രക്ഷയ്ക്കുള്ള അടവുകളും പരിശീലിപ്പിക്കുന്ന കേന്ദ്രമാണ് ടീച്ചറുടെ കളരികൾ. സാധന ചെയ്ത ശരീരത്തിനെയും മനസ്സിനെയും മെരുക്കിയെടുക്കുന്ന കലയാണ് മെയ്പ്പയറ്റ്. കോൽത്താരി, അങ്കത്താരി, വെറും കൈ എന്നിങ്ങനെ അടവുകൾ ഒന്നൊന്നായി രാധ ടീച്ചർ ശിഷ്യർക്ക് പറഞ്ഞുകൊടുക്കും. മുല്ലശ്ശേരിയിൽ 15 വർഷം മുൻപ് ഏതാനും കുട്ടികളെ വെച്ച വേദകളരി പാഠശാല സ്ഥാപിച്ചായിരുന്നു തുടക്കം. കളരിപ്പയറ്റിലും യോഗയിലും പ്രാവീണ്യം നേടിയ ഭർത്താവ് ഡോക്ടർ സുവ്രതനായിരുന്നു രാധ ടീച്ചറുടെ കളരി ജീവിതത്തിൽ താങ്ങായി നിന്നത്. സംസ്ഥാനത്തിനകത്തും പുറത്തുമായി ഒട്ടനവധി ശിഷ്യർ ഇവർക്കുണ്ട്. മുഴുവൻ സമയവും കളരിപ്പയറ്റിനായി മാറ്റിവെച്ചവരാണ് ഈ ദമ്പതികൾ. കളരി എന്ന് പറഞ്ഞാൽ നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. കളരി എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് അമ്മമാരായാലും മുത്തശ്ശിമാരായാലും ഭയങ്കര പേടിയാണ്. കുട്ടികൾ എന്തൊക്കെയോ ചെയ്ത് കഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ അമ്മമാരായാലും ഭയങ്കര കഷ്ടപ്പെട്ടൊരു സംഭവമാണ് കളരി എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ കളരി പഠിക്കുമ്പോൾ നമുക്ക് ശരീരത്തിൽ പ്രതിരോധ ശക്തി വർദ്ധിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോഴുള്ള കുട്ടികൾ ഈ മദ്യം, മയക്കമരുന്ന്, കുട്ടികളെ 8ാം ക്ലാസ് തൊട്ട് കുട്ടികളെ നമ്മുടെ കയ്യിൽ കിട്ടുന്നില്ല. നമ്മൾ പോലും അറിയണില്ല. കുട്ടികളെ ഫോണിൽ നോക്കിയിട്ടാണ് ഓരോ സാധനങ്ങൾ ഈ മയക്കമരുന്നിൻ്റെ കാര്യങ്ങളൊക്കെ പോണത്. അതേപോലെ തന്നെ കളികൾ, അവർക്ക് ഈ ഫോണിൽ തന്നെ വളരെ മോശമായ കളികളുണ്ട്. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ ഇങ്ങനെയുള്ള സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ അവരെന്തെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചു ഇതേപോലത്തെ ക്ലാസ്സുകളിൽ പോയി ആ കുട്ടികളിൽ ഭയങ്കര മാറ്റം വരും. അതേപോലെ തന്നെ ആർക്കായാലും ശരീരത്ത് പ്രതിരോധ ശക്തി വർദ്ധിക്കും. പല സ്ഥലങ്ങളിലും കളരിപ്പയറ്റ് പരിശീലിപ്പിച്ച ശേഷം അതിൽ നിന്ന് തെരഞ്ഞെടുക്കുന്നവരെ മറ്റുള്ളവർക്ക് പരിശീലനം നൽകാൻ ഏൽപ്പിച്ച കൂടുതൽ സ്ഥലങ്ങളിൽ കളരിപ്പയറ്റിലേക്ക് കൂടുതൽ ആളുകളെ എത്തിക്കാൻ ഇവർക്ക് കഴിഞ്ഞു. ഒഴിവ് സമയങ്ങളിൽ കുട്ടികളുടെ മൊബൈൽ ഉപയോഗവും ചീത്ത കൂട്ടുകെട്ടുകളും തുടങ്ങി രാസലഹരികൾ വരെ ഉപയോഗിക്കുന്ന ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ കുറച്ചുപേരെയെങ്കിലും കളരിപ്പയറ്റിലേക്ക് എത്തിച്ച് സാമൂഹ്യ സുരക്ഷ ഒരുക്കണമെന്ന ചിന്തയിലാണ് രാധ ടീച്ചർ ഇപ്പോൾ. നാട്ടിക തീരദേശ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് ഭക്ഷണ കിറ്റുകൾ വിതരണം ചെയ്ത് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി. നാട്ടിക കടപ്പുറത്തും പരിസര പ്രദേശങ്ങളിലുമായി മത്സ്യലഭ്യതയുടെ കുറവ് മൂലം ചെറുവഞ്ചികളിലും വള്ളങ്ങളിലും കടലിൽ പോവാൻ കഴിയാതെ പ്രതിസന്ധിയിലായ നാട്ടികയിലെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്കാണ് MA യൂസഫ് അലിയുടെ സഹായ ഹസ്തമെത്തിയത്. തന്റെ ജന്മനാട് കൂടിയായ നാട്ടികയിലെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ റമദാൻ മാസത്തിൽ പോലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വാർത്ത മാധ്യമങ്ങളിലൂടെ ശ്രദ്ധയിൽപ്പെട്ട MA യൂസഫ് അലി 150-ലധികം കുടുംബങ്ങൾക്കാണ് ജാതിമതഭേദമന്യേ ഭക്ഷ്യ കിറ്റുകൾ തൃപ്രയാർ വൈമാളിൽ നിന്നും എത്തിച്ചു നൽകിയത്. ചെറിയ പെരുന്നാളും വിഷുവും അടുത്തു വരുന്നതിനാൽ വിഷമിക്കുന്നവർക്ക് കൈത്താങ്ങാകേണ്ട സമയമെന്ന സന്ദേശം കൂടി പങ്കുവച്ചായിരുന്നു റംസാൻ മാസത്തിലെ ഈ കരുതൽ. ഭക്ഷ്യധാന്യ കിറ്റുകൾക്ക് പുറമെ പെരുന്നാൾ വിഷു കൊടികൾക്കായി 150 കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായമായി കൈനീട്ടവും നൽകി. പ്രതിസന്ധി സമയത്ത് MA യൂസഫ് അലിയുടെ കരുതൽ പെരുന്നാൾ വിഷുകാലത്ത് ആശ്വാസകരമാകുന്നുവെന്ന് മത്സ്യത്തൊഴിലാളികൾ പ്രതികരിച്ചു. മതസാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ MA യൂസഫ് അലിക്ക് വേണ്ടി സെക്രട്ടറി EA ഹാരിസ്, നാട്ടിക ജുമാ മസ്ജിദ് ഖത്തീബ് കബീർ ഫൈസി ചെറുക്കോട്, നാട്ടിക ആരിക്കിരി ഭഗവതി ക്ഷേത്ര തന്ത്രി ഹരീഷ് തിരുമേനി എന്നിവർ ചേർന്ന് ഭക്ഷ്യധാന്യ കിറ്റും പെരുന്നാൾ വിഷു കൈനീട്ടവും മത്സ്യത്തൊഴിലാളികൾക്ക് കൈമാറി. വൈ ഫൗണ്ടേഷൻ മാനേജർ ഇക്ബാൽ, പ്രോഗ്രാം കോർഡിനേറ്റർ PM സിദ്ദിഖ്, കൊടിയമ്പുഴ ദേവസ്വം പ്രസിഡന്റ് നാരായണൻ, അനിൽ പുളിക്കൽ, മത്സ്യത്തൊഴിലാളികൾ, നിരവധി മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. CNN സോക്കർ സ്കൂൾ ചേർപ്പ് നടത്തുന്ന ഫുട്ബോൾ അക്കാദമിയിലേക്ക് സെലക്ഷൻ ട്രയൽസ് നടത്തുന്നു. 2011, 2012, 2013 വർഷങ്ങളിൽ ജനിച്ച ആൺകുട്ടികൾക്ക് ട്രയൽസിൽ പങ്കെടുക്കാം.
സെലക്ഷൻ ലഭിക്കുന്നവർക്ക് സ്കൂളിന് കീഴിൽ പരിശീലനവും തുടർ വിദ്യാഭ്യാസവും നൽകുന്നതാണ്. താൽപ്പര്യമുള്ളവർ മാർച്ച് 30-ന് ചേർപ്പ് CNN സ്കൂൾ ഗ്രൗണ്ടിൽ കിറ്റ് സഹിതം റിപ്പോർട്ട് ചെയ്യണമെന്ന് അധികൃതർ അറിയിച്ചു. തൈക്കാട്ടുശ്ശേരി ശ്രീ പാറക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ മീനഭരണി പൊങ്കാല മഹോത്സവം ഏപ്രിൽ 1-ന് ആഘോഷിക്കും. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം കിണറ്റാമിറ്റത്ത് സതീശൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ സമൂഹ അർച്ചന നടക്കും. ചേർപ്പ് പടിഞ്ഞാട്ടുമുറി പെരുമ്പിളിശ്ശേരി തേക്കുംകാട്ടിൽ 72 വയസ്സുള്ള മാധവൻ നിര്യാതനായി. സംസ്കാരം നടത്തി. രാജലക്ഷ്മിയാണ് ഭാര്യ. മനോജ്, ഷിനോജ്, സനോജ് എന്നിവർ മക്കളും പ്രീതി, നിമ്മി എന്നിവർ മരുമക്കളുമാണ്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 8360 രൂപ, പവന് 66,880 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പാർലം പഞ്ചായത്തിൽ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി പാർലം കുടുംബാരോഗ്യ കേന്ദ്രം കോടന്നൂരിൽ പദയാത്രയും ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു. കേരള ഖാദി ഗ്രാമ വ്യവസായ അസോസിയേഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പുനരുദ്ധരിച്ച സ്ലൈവർ പ്ലാന്റ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. ഊരകം ALP സ്കൂളിൽ കോൺവൊക്കേഷൻ സെറമണി സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ KG അച്യുതൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.